അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, തഫീമു തിലാവയിലെ 14ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദറസു റാബിഉ അശറ, 14ാമത്തെ പാഠം. നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പാഠം രസകരമായിട്ട് പഠിക്കാൻ കഴിയും. കുട്ടികൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമ്മളിതിൽ പഠിക്കുന്നത് അൽ ഹുറൂഫുൽ ഖമരിയ. അൽ ഹുറൂഫുൽ ഖമരിയ, ഖമരിയായ അക്ഷരങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. 28 അക്ഷരങ്ങൾ. അതിൽ 14 അക്ഷരങ്ങൾ ഖമരിയായ അക്ഷരങ്ങൾ എന്നാ പറയുക. 14 അക്ഷരങ്ങളെ ശംസിയായ അക്ഷരങ്ങൾ എന്നാ പറയുക. ഈ ഖമരിയായ അക്ഷരങ്ങളാണ് ഈ 14ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ അക്ഷരത്തിൻ്റെ മുന്നിൽ അൽ എന്ന് ചേർത്തി കൊടുത്താൽ ആ അക്ഷരത്തോട് കൂടെ അൽ എന്ന് പറയാൻ പറ്റും. അൽ എന്ന് മൊഴിയാം, ലാമിന് സുക്കൂന് മൊഴിയാൻ പറ്റും. അൽ ഖമർ, കേട്ടില്ലേ? അൽ ഖമർ, അൽ ഖമർ, അൽ അഹദ്, അൽ ബാഖി. എന്നാൽ അടുത്ത് വരുന്ന 14 അക്ഷരങ്ങളുണ്ടല്ലോ, അതിൽ അൽ എന്ന് ലാമിന് സുക്കൂനോട് കൂടെ പറയാൻ കഴിയില്ല. അപ്പൊ ലാമിന് സുക്കൂനോട് കൂടെ പറയാൻ പറ്റുന്നതിനാണ് ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറയുക. നമുക്ക് ആ അക്ഷരങ്ങളിലേക്കൊന്ന് പോയാലോ? റെഡി, നോക്കൂ. ഞാൻ ആദ്യം അൽ എന്ന് എഴുതാം. അൽ എന്ന് എഴുതിയില്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ആ എന്ന് അഹദ് എന്ന് എഴുതി കൊടുക്കുന്നു. അഹദുൻ, അല്ലേ? അഹദുൻ എന്ന് എഴുതി. ഈ അല്ലിനെയും അഹദിനെയും കൂട്ടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയോ? അൽ അഹദു, അൽ അഹദു, അൽ അഹദു. ഈ അഹദുൻ എന്നതിന്റെ തൻവീന് പോയിട്ട് തൻവീൻ നമ്മ പോവും. എന്നിട്ട് ഒരു നമ്മ മാത്രം ബാക്കിയാവും അല്ല് കൂടി വരുമ്പോ. അൽ പ്ലസ് അഹദുൻ, അൽ അഹദു. അൽ പ്ലസ് അഹദുൻ, അൽ അഹദു. ഇനി നോക്കൂ, അൽ പ്ലസ് ബാക്കി, അൽ പ്ലസ് ബാക്കി, അൽ ബാക്കി, അൽ ബാക്കി, അൽ ബാക്കി. അതുപോലെ അൽ പ്ലസ് ജലീലുൻ, അൽ ജലീലു. അൽ പ്ലസ് ഹമീദുൻ, അൽ ഹമീദു. അൽ പ്ലസ് ഖാലിഖുൻ, അൽ ഖാലിഖു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആദ്യത്തൊന്ന് തുടങ്ങാം. അൽ പ്ലസ് അഹദുൻ, അൽ അഹദു. അൽ പ്ലസ് ബാക്കി, അൽ ബാക്കി. അൽ പ്ലസ് ജലീലുൻ, അൽ ജലീലു. അൽ പ്ലസ് ഹമീദുൻ, അൽ ഹമീദു. അൽ പ്ലസ് ഖാലിഖുൻ, അൽ ഖാലിഖു. അൽ പ്ലസ് അസീസുൻ, അൽ അസീസു. അൽ പ്ലസ് ഗഫൂറുൻ, അൽ ഗഫൂറു. കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം. ഏതൊക്കെ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു നല്ല ശ്രദ്ധിക്കണം. ഒന്നുകൂടെ. അൽ പ്ലസ് ഫത്താഹുൻ, അൽ ഫത്താഹു. നോക്കൂ. അൽ പ്ലസ് ഖഹാറുൻ, അൽ ഖഹാറു. അൽ പ്ലസ് കരീമുൻ, അൽ കരീമു. അൽ പ്ലസ് മാലിക്കുൻ, അൽ മാലിക്കു. അൽ പ്ലസ് ഹാദി, അൽ ഹാദി. അൽ പ്ലസ് വഹാബുൻ, അൽ വഹാബു. അൽ പ്ലസ് യസാറുൻ, അൽ യസാറു. ഇതിൽ 14 അക്ഷരങ്ങളുള്ളത്. ഏതൊക്കെയാണ്? ഇങ്ങനെ അൽ എന്ന് തന്നെ ലാമിന് സുക്കൂന് ചെയ്ത് കൂട്ടി വായിക്കുമ്പോൾ, ആ അക്ഷരത്തോട് കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഏതൊക്കെ 14 അക്ഷരങ്ങളാണ് അങ്ങനെ ഖമരിയായി വരുന്നത്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കൂ, ലാസ്റ്റ് നോക്കി, ഏറ്റവും മുകളിൽ നീല നിറത്തിൽ അലിഫ്, ബാ, ജീമ്, ഹാ, ഖാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, മീം, ഹാ, വാവ്, യാ. ഈ 14 അക്ഷരങ്ങളാണ് ഖമരിയായ അക്ഷരങ്ങൾ. ഇത് ഇതുപോലെ പഠിച്ചിരിക്കണം.
അപ്പൊ ഈ അക്ഷരത്തിന്റെ മുമ്പ് അലിഫ് ലാമും കൂടി വന്നു കഴിഞ്ഞാൽ അൽ എന്ന് തന്നെ മൊഴിയണം. നമ്മൾ വായിക്കുമ്പോൾ അൽ എന്ന് തന്നെ വായിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലേ. അൽ ജലീലു അൽ കരീമു അല്ലേ. പക്ഷെ നിങ്ങൾ നോക്ക്, റാ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? അൽ റഹീമു എന്ന് പറയോ? അർ റഹീമു എന്ന് പറയാ. അർ റഹ്മാനു എന്നല്ലേ പറയാ. അത് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അൽ ലാമിന് സുക്കൂൻ ചെയ്ത് തന്നെ പറയാൻ കഴിയണം. അതിൻ്റെ 14 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ.